ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തുകയാണ്. വലിയ പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ ഉയരുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. PSC ചോദ്യപേപ്പർ ചോർച്ചയിലാണ് യുവമോർച്ചയുടെ പ്രതിഷേധം. നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ വലിയ പ്രതിഷേധം ഉയരുകയും അത് കേന്ദ്ര സർക്കാരിനെ പിടിച്ചുലക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധവും നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PSC പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ഉയരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഇപ്പോൾ പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം ജലപീരങ്കി അവഗണിച്ചും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗോപകുമാറാണ് അദ്ദേഹം ഞങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മനു പ്രസാദ്, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ജി, ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പൂന്ദ്ര ശ്രീകുമാർ, ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമനജയൻ അടക്കമുള്ള പാർട്ടിയുടെയും യുവമോർച്ചയുടെയും നേതാക്കന്മാർ ഇന്ന് ഈ തീഷ്ണമായ സമരത്തിന് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ തുടക്കം കുറിച്ച പ്രിയപ്പെട്ട യുവമോർച്ചയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, ഇവിടെ മനു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സമരത്തിന്, വലിയൊരു പോരാട്ടത്തിന് ഇന്ന് അനന്തപുരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി തുടക്കം കുറിക്കുകയാണ്. ഡൽഹിയില് അമിത്ഷാജിയുടെ പോലീസ് ഇത്രയും വലിയ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ടില്ല, ഇത്രയും വലിയ ഭീഷണി പോലീസ് നടത്തിയിട്ടില്ല. ചെറിയൊരു ജലപീരങ്കി പ്രയോഗം ഡൽഹിയിൽ നടത്തിയപ്പോൾ ഓടി മറഞ്ഞ കോൺഗ്രസുകാരെ നമ്മൾ കാണുകയുണ്ടായി. അവരുടെ മുന്നിലാണ് ഈ പോലീസ് വളരെ തീഷ്ണമായ രീതിയിൽ ജലപീരങ്കി പ്രയോഗം നടത്തിയിട്ട് പിന്മാറാതെ ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ നടക്കുന്നത്. രണ്ട് വിഷയങ്ങളിലാണ് പ്രതിഷേധം. ഒന്ന് PSCയിലെ പരീക്ഷാ ക്രമക്കേടുകൾ, മറ്റൊന്ന് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ സമരം. അതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് പോകാനുള്ള ശ്രമമൊക്കെ നടത്തി. പോലീസ് അവസാനം ജലപീരങ്കി പ്രയോഗിച്ചു. VV അരുൺ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, വളരെ സർപ്രൈസോടെയാണ് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്തിയത്. ബർത്ത്ഡേ ആഘോഷിക്കാനായി വിളിച്ചു വരുത്തിയായിരുന്നു ആ സമര മാർച്ച് നടന്നത്. VD സതീശൻ അതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അതിലുൾപ്പെടെയാണ് യുവമോർച്ച ഇവിടെ വലിയ പ്രതിഷേധം നടത്തുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? VV അരുൺ അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി ചേരും. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ആണ് സമരം നടത്തിയത് എന്നതുൾപ്പെടെയാണ് യുവമോർച്ച ആരോപിക്കുന്നത്. അതിലുൾപ്പെടെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്കുള്ള ഈ മാർച്ചിലെത്തി നിൽക്കുന്നത്. VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ രാജ്യത്തെ വെട്ടിക്കൊടുക്കുവാൻ ശ്രമിക്കുന്നവർ ഇന്നലെ ഈ രാജ്യങ്ങളിൽ വിധ്വംസക പ്രവർത്തനം നടത്തി വലിയ പ്രതിഷേധ യുവമോർച്ചയുടെ ഭാഗത്തുണ്ടായി. CJP സമരത്തിന് സംസ്ഥാനത്തെ മറ്റു പാർട്ടികൾ മുന്നണികൾ പിന്തുണ കൊടുക്കുന്നു. രാജ്യത്ത് കലാപത്തിന് ശ്രമം നടക്കുന്നു. അതുപോലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്, ഈ കാര്യങ്ങളും അതിനൊപ്പം സംസ്ഥാനത്തെ PSC നടക്കുന്ന തട്ടിപ്പും ആരോപിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ മാർച്ച്. അതിശക്തമായ പ്രക്ഷോഭമാണ് യുവമോർച്ചയുടെ ഭാഗത്ത്, പ്രതിഷേധമാണ് ഇത്രയധികം സമയമുണ്ടായത്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാതെ ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇപ്പോഴും സമരം തുടരുകയാണ്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് VV ഗോപകുമാർ ഇപ്പോൾ ഈ മാർച്ചിൽ പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കുകയാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നേരത്തെ ഇതേ വിഷയത്തിൽ CJP മാർച്ചിനെതിരെ BJP KPC ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചും വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു. ഇപ്പോൾ സതീശൻ മര്യാദ പാലിക്കണം എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് യുവമോർച്ചയുടെ മാർച്ച് മുഖ്യമന്ത്രി VD സതീശന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് പോയത്. മുഖ്യമന്ത്രി റോഡിലിറങ്ങി നടക്കാതെ
തടയാൻ തയ്യാറാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ യുവമോർച്ച നൽകുന്നത്. PSC തട്ടിപ്പാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ ഇപ്പോൾ പ്രസംഗത്തിൽ ബി ഗോപകുമാർ ആദ്യം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നേരത്തെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഗോപകുമാർ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇവിടെ ഡൽഹിയിൽ അമിത്ഷായുടെ പോലീസ് ഇത്രയധികം നടപടി ഇന്ന് ഇവിടെ യുവമോർച്ചയ്ക്കെതിരെ സ്വീകരിച്ച പോലുള്ള ജലപീരങ്കി പ്രയോഗം നടത്തിയിരുന്നില്ല. അവിടെ ചെറിയ തരത്തിലുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് സമരക്കാരെ നേടാനുണ്ടായത്. എന്നാൽ ഇവിടെ അതിശക്തമായി സമരക്കാരെ ജലപീരങ്കി വെച്ച് നേരിടുന്നുവെന്ന ഒരു ആരോപണമാണ് BJP നേതാവ് ഗോപകുമാർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പ്രവർത്തകർ സംഘടിച്ചെടുക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് ഈ പ്രതിഷേധ മാർച്ച് കടക്കുന്നു. BJPയുടെ നേതാവ് ഗോപകുമാർ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. നൂറുകണക്കിന് യുവമോർച്ച പ്രവർത്തകർ ഈ മാർച്ചിന്റെ ഭാഗമാണ്. അവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്ത് ഉണ്ടായത്. ജലപീരങ്കി പ്രയോഗത്തിനെതിരെ ചെറുത്തുനിന്ന് ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ മാർച്ചിനെ നേരിടാൻ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കാണ് മാർച്ച്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ശരി, വി അരുണാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് ക്ലിഫ് ഹൗസിന് മുന്നിൽ യുവമോർച്ച തീർക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.